ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുനാഫയാണ്. അപ്പോൾ നമുക്ക് കുനാഫ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുനാഫ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഹാഫ് എടുക്കുക, ഫുൾ എടുക്കണമെങ്കിൽ ഫുൾ എടുക്കാം. ഞങ്ങളിപ്പോൾ ഹാഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് എടുക്കുക, പക്ഷെ ഞങ്ങൾ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹാഫ്, എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ബൗളിലേക്ക് ഫുള്ളായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബട്ടർ മെൽട്ടാക്കി കൊടുക്കണം. ഒരു ഫുൾ ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ നമുക്ക് മെൽട്ടാക്കി കൊടുക്കാം. ബട്ടർ ഇതാ ഫുള്ളായിട്ട് മെൽട്ടാക്കി. അപ്പോൾ നമ്മൾ ബട്ടർ ഇതാക്കി മെൽട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് മെൽട്ടാക്കിയാണ്. ഫുള്ളായിട്ടുള്ളൊരു ഗീ ആണ് വേണ്ടത്. അത് കണ്ടോ, നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ആ അതാ ഇങ്ങനെ ആയി വരണം. എന്നിട്ട് നമുക്ക് ഈ ഗീ നമുക്ക് കുനാഫയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഗീ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതാ ആ ഗീ എല്ലായിടത്തും തട്ടണം. നമുക്കിതാ മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും തട്ടണം. അങ്ങനെ ആക്കി എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഷുഗർ ഇട്ടെടുക്കാം. ഒരു കുറേ ഷുഗർ ഇടണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യണം. എന്നിട്ട് വേറെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കട്ടെ. 2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മിൽക്ക് ഒഴിച്ചെടുക്കട്ടോ. ഫുള്ളല്ല ഒഴിക്കണ്ട, പകുതി ഹാഫ്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. ഒരു തിന്നാകുമ്പോൾ നമുക്ക് മറ്റേ അതിലത്തെ കട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഫുൾ മിൽക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുനാഫ റെഡിയാക്കാൻ അതിൽ നമുക്ക് ബട്ടർ ഒന്നാക്കി കൊടുക്കട്ടോ. ബട്ടർ നല്ലോണം ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുനാഫ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മാത്രമേ ഇട്ടെടുക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് കുനാഫ. അപ്പോൾ നിങ്ങൾ ഫുള്ളിടാൻ പാടില്ല കുനാഫ. ഇപ്പോൾ കുറച്ച് ഇടണം കുനാഫ. അപ്പോൾ നമ്മൾ കുനാഫ ഇതാ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച നമ്മളെ ഫ്ലോർ ഇട്ട ഇത് നമുക്ക് നല്ലോണം കുറുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ കുറേ നമ്മൾ കൈ എടുക്കാൻ പാടില്ല ഗൈസ്. നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടിയും ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ക്രീം ചീസ് ഇട്ട് കൊടുക്കട്ടോ. ഫുള്ള് ഇടണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നല്ലോണം കുറുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫില്ലിങ്സ് വെച്ച് ആ കുറുക്കിയെടുത്തത് നമുക്ക് കുനാഫൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലായിടത്തേക്കും സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ. എല്ലായിടത്തേക്കും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ കുനാഫൻ്റെ ഫുള്ളായിട്ട് ആക്കരുത്. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കുനാഫ നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇതാ നമ്മൾ കുനാഫ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ആക്കണം. ആ ഫില്ലിങ്സ് കാണാൻ പാടില്ല. അപ്പോൾ ഇതാ കുനാഫ ഇതാ നല്ലോണം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 25 മിനിറ്റ് ഓവനിൽ വെച്ചെടുക്കും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷുഗർ സിറപ്പ് നമുക്ക് അതിൻ്റെ മുകളിൽ ആക്കിയിട്ട് നമുക്ക്
കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുനാഫ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.